ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഒരുപാട് സങ്കടപ്പെടുന്ന ഒരു വാർത്ത കേട്ടിട്ടാ. ജമ്മു കാശ്മീരിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ തീവ്രവാദികളുടെ ആക്രമണം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം 27ഓളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഞാൻ കേട്ടത്. അതൊരിക്കലും സത്യമാകലെ, അത്രയൊന്നും പേർ മരണപ്പെടല, ആരും മരണപ്പെടല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇതേത് ഫുണ്ടകളാണ്, ഏത് തീവ്രവാദി ഫുണ്ടകളാണെങ്കിലും ഓൺ ദ സ്പോട്ടിൽ വെട്ടിവെച്ച് കൊള്ളണം. മോനെയൊന്നും ജയിലിലേക്കോ കോടതിയിലേക്കോ ഒരു വിചാരണയും ഒരു മലരും വേണ്ട. അവിടെ തന്നെ ഒളിച്ചിരിക്കുന്നുണ്ട് പറഞ്ഞു. പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന് വെടിവെച്ച് കൊള്ളുന്നത് വീഡിയോ എടുത്ത് കാണിക്കണം. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ വാർത്തയുടെ ഒക്കെ അടിയിൽ വരുന്ന ചില കമൻറ്റുകൾ കാണുമ്പോൾ അതിലും സങ്കടം തോന്നട്ടാ. കുറേ സംഘികൾ, ഉത്തരേന്ത്യൻ സംഘികളെ പോലത്തെ മലയാളി സംഘികൾ, ഉത്തരേന്ത്യൻ സംഘികളെയും കാട്ടി കഷ്ടമാണ് മലയാളി സംഘികൾ. അതിന് വന്ന് കമൻറ്റ് ചെയ്യുന്നത് ഇത് മുസ്ലിം മതം, അതായത് സമാധാന മതക്കാരാണ് ഇതിൻ്റെ പിന്നിൽ, അവരെ തീർക്കണം. എന്തെങ്കിലും കിട്ടുമ്പോൾ ഈ മുസ്ലിമിനെ നേരെ കയറാനുള്ള ഈ സംഘികളെ പരിപാടികളോ, ഇവിടെ തീവ്രവാദികൾ ആരായാലും ഏത് നാറികളായാലും അവർക്ക് മതമില്ലടോ, ഒരു മതവും. ഏത് മുസ്ലിമാണല്ലോ തീവ്രവാദിനെ സപ്പോർട്ട് ചെയ്തത്? ഞാൻ അറിയുന്ന മുസ്ലിങ്ങളൊന്നും ഒരു തീവ്രവാദിനെ സപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. ഇവിടെ അടുത്ത കാലത്ത് പാകിസ്ഥാന് രഹസ്യം ചോർത്തിട്ട് പിടിക്കപ്പെട്ടത് 5 or 6 പേര്. ഈ അടുത്ത് പിടിക്കപ്പെട്ടത് എല്ലാം ഹിന്ദു നാമധാരികളാണ്. ഒരു മുസ്ലിം ഹിന്ദുവാന്ന് പറഞ്ഞില്ല അവരാ. ഹിന്ദുക്കളെ പിടിച്ചെന്ന് മറ്റൊരു മുസ്ലിം ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയില്ല. ഹിന്ദു നാമധാരികൾ. അതുപോലെ തന്നെ തീവ്രവാദി ആക്രമണം നടത്തുന്നത് മുസ്ലിം നാമധാരികൾ, മുസ്ലിമല്ല. ഒരു നല്ല മുസ്ലിമിനും തീവ്രവാദിയാകില്ല, ഒരു നല്ല ഹിന്ദുവിനും തീവ്രവാദിയാകില്ല. ഇത് പാകിസ്ഥാനിലെ കുറച്ച് ഫുണ്ടകൾ, കുറച്ച് അപരാധി ഫുണ്ടകൾ ചെയ്യുന്ന ഈ പരിപാടിക്ക് വെച്ച് തീർക്കണോ. ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നമ്മൾ എടുക്കണ്ടല്ലോ. ടപ്പേന്ന് വെക്ക്, ഇവിടെ നിന്ന് തീർക്കാൻ ഫുണ്ടകളാ. ഇനി ആ പരിപാടിക്ക് നിൽക്കാൻ പാടില്ല. അതിൻ്റെ ഇടക്ക് നമ്മൾ ഇന്ത്യയിൽ അഭിമാനത്തോടുകൂടി ഇന്ത്യക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് മുസ്ലിം ഉണ്ട്. പട്ടാളത്തിലുണ്ടോ ഒരുപാട് മുസ്ലിം, പോലീസിലുണ്ടോ. ജമ്മു കാശ്മീരിൽ എത്ര മുസ്ലിം പോലീസുകാർ കൊല്ലപ്പെടുന്നുണ്ട് തീവ്രവാദി ആക്രമണത്തിൽ. അപ്പോൾ ഒരുത്തനെയും വെച്ചേക്കാൻ പാടില്ല തീവ്രവാദികളാണ്. നമ്മൾ ഇന്ത്യക്കാർ മാത്രമാണ്. ഈ ഒരു സമയത്തെങ്കിലും അത് ഇന്ത്യക്കാരെന്ന് മാത്രം പറ സംഘികളെ. അതിൻ്റെ മതം കയറ്റില്ല. നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾക്ക് അതിനു വേണ്ടി നിങ്ങൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ എന്ത് പുണ്ടത്തിറങ്ങി ചെയ്തോ. ഏത് തീവ്രവാദികൾ, ഏത് നാറികളായാലും ശരി, വെച്ചേക്കുക, തീർത്തേക്കുക, ഒന്നും നോക്കണ്ട. ഇനി പാകിസ്ഥാനിൽ ആറ്റം ബോംബ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ് തീർക്ക്. എന്നിട്ട് അവർ തിരിച്ച് ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ എന്ത് നഷ്ടപ്പെട്ടാലും നമ്മൾ ഇന്ത്യക്കാർക്ക് കുഴപ്പമില്ലടോ. ഇനി ഇമ്മാരി പരിപാടി എടുക്കാൻ പാടില്ല. ഏറ്റവും കൂടുതൽ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി പണം ചെലവഴിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇവരെങ്ങനെ ഇവിടെ കയറി വന്നു എന്നുള്ളത് കൂടി അന്വേഷിക്കണം കേട്ടോ. അതൊന്നും നമ്മളിപ്പം പറയുന്നില്ല. അതെല്ലാം പിന്നെ ചെയ്യേണ്ട കാര്യം. ഇപ്പം തീർക്കുക. നമ്മൾ ഓരോ ഇന്ത്യക്കാരനെയും ഇത്രയും വേദനിപ്പിച്ച സംഭവം ഉണ്ടായിട്ട് ഒരു തീവ്രവാദിനെയും ഒരു മതവും നോക്കണ്ട, ഒരു മതത്തിൻ്റെ പിന്തുണ അവർക്ക് കിട്ടൂല. വെച്ചേക്കുക, തീർത്തേക്കുക. പക്ഷെ അതിൻ്റെ പേരിൽ ഒരു മുസ്ലിം മതത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തുള്ള ആ പരിപാടിയൊക്കെ നിർത്തുക. ബഹുമാനപ്പെട്ട അമിത്ഷാനോടും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി എനിക്ക് പറയാനുള്ളത്, തീർത്തേക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് ഈ പാകിസ്ഥാനിലെ തീവ്രവാദികളെയും അവിടെ നുഴഞ്ഞു കയറിയ ഫുണ്ടകളെയും ടപ്പയും തീർത്തേക്കുക. ഈ ഒരു മരണം ജീവിച്ച് ഇരിക്കാൻ പാടില്ല. ഇനി ഇന്ത്യക്ക് നേരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ ഒരു നാറിയും തയ്യാറാകാൻ പാടില്ല. പക്ഷെ ഒരു മതത്തിന, ഒരു മുസ്ലിം മതവുമല്ല, ഒരു ഹിന്ദു മതവുമല്ല ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് കുറച്ച് നാറിത്തരം കാട്ടുന്ന കുറച്ച് ഫുണ്ടകളാണ്. ആ ഫുണ്ടകളെ തീർക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്നാൽ പിന്നെ ശരി.